ഞാൻ കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടിരുന്ന ഇത്ര നേരമായിട്ട് ഗ്യാങ് ഫണ്ട് തരാൻ ഞാൻ സെക്കൻഡ് വിളിക്കുന്നു. എടാ എല്ലാരും താഴെ പോയി നിന്നടാ, ഇതിനകത്ത് ഇരിക്കില്ലടാ, താഴെ പോയി നിന്നടാ എല്ലാരും. ഈ പോച്ചക്കട താഴെ പോയി എല്ലാരും താഴെ പോച്ചല്ലേ. ആ സെക്കൻഡ് എത്രയും പെട്ടെന്ന് ഒന്ന് ഗ്യാങ് ഫണ്ട് തരണ്ടാണ്. ഫ്രണ്ടിലോട്ട് വാ, സെക്കൻഡ് വാ. വാർച്ചാറ്റ് നോക്ക്. വാർച്ചാറ്റിൽ എന്താ? വെൽക്കം ബാക്ക് വക്രി ടിജെ വക്രി. വക്രി ആരാ? ടിജെയുടെ വക്രി കുഞ്ഞ് അരിലോട്ടെ. പറടാ. എന്താ 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 എന്താ? അതല്ല അതല്ല അയ്യോ അല്ല മൊത്തം എന്താ ആദ്യം ഒരു പിക്കപ്പിൽ പിക്കപ്പില് ഇതുപോലെ ഇരിക്കണം. അതായത് നിന്നെ കാണാൻ പൂസ്, നീ വരുമ്പോ മാസ് തരാൻ ഞാൻ കിസ്, ഇതുപോലെയൊക്കെ ഇരിക്കണം. സ്വന്തമായിട്ട് എഴുതിയതായിരിക്കണം. ഇത് ഞാൻ അരമണിക്കൂറോടെ ചെയ്താണ്. ഡയറ്റിന് മുന്നേ യുദ്ധം, ഓണത്തിന് മുന്നേ അത്തം, ഞാൻ തരട്ടെ നിനക്കൊരു മുത്തം. കൊള്ളാണ് അത്. നൈസാണ് അത് നൈസാ. ഞാൻ ഇതുവരെ കേട്ടില്ല. അതെ. ഇനി പൈസ എത്ര ഉണ്ട്? അക്സെപ്റ്റബിൾ ആണ്. ഇത് അക്സെപ്റ്റബിൾ ആണ്. 70 CR. കറക്റ്റ് 70 CR ഉള്ളൂ. 342. അത് പോരല്ലോടെ. അതല്ല അത് വിചാരിച്ച്. അല്ല ഞാൻ പറഞ്ഞല്ലോടെ, വലിയൊരു സമ്മാനം ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അത് ഓൾറെഡി എനിക്കൊരു സമ്മാനം കിട്ടി. പിന്നെ എന്തിനാ വേറെ സമ്മാനം? എന്താണ് സമ്മാനം? അല്ല തരാന്ന് പറഞ്ഞായിരുന്നു. അധികം തരത്തില്ല. അത് കാരണം ഞാൻ ഗ്രൈൻഡ് ചെയ്യാണ്ടിരുന്ന ആണല്ലേ? എന്തിനായിരുന്നു നിനക്ക് സമ്മാനം തരാന്ന് പറഞ്ഞേ? 3 ദിവസം കൊണ്ട് ലെവല് കംപ്ലീറ്റ് ആക്കിയതിന്. ട്രക്കിന്റെ ഓക്കെ അധികം തരാം. ഓക്കെ 342 കേട്ടോ. ഓക്കെ മുമ്പിൽ കേറിക്കാം. അതെ. എന്തൊക്കെ ട്രക്ക് ജോബ് പിന്നെ എല്ലാം ചെയ്തു. എല്ലാ ജോബും ചെയ്തു. നിന്റെ പേരെന്തായിരുന്നു? സെക്കൻഡ്. സെക്കൻഡ് നീ ആയിരുന്നാ? കുറച്ചുകൂടി ഇങ്ങനെ തന്നെയായിരുന്നു. ഗ്യാങ് സസ്പെൻഷൻ ഇടയ്ക്കൊക്കെ മേടിക്കുന്നതുകൊണ്ട് നിനക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ്. അപ്പൊ സെക്ക താങ്ക് യു പോയിട്ടോ. പിന്നെ ഇൻസൾട്ട് ചെയ്യേണ്ടത് ഇൻസൾട്ട് ചെയ്യും, അതല്ല നീയൊക്കെ പഠിക്കുള്ളൂ. അടുത്തത് അപ്പൊ നമ്മുടെ സെക്കൻഡ് 70 CR. അപ്പൊ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ സാവേജിനെ വിളിക്കുന്നു. സാവേജ് വാ. ഹലോ പറ സാവേജ്. പറയട്ടെ. ഓ കൊക്കക്കോള, പെപ്സി, വാസോണ്ടൻ, സെക്സി. അത് പോരാ. ഒന്നുകൂടി കാണാം. 3 ലൈൻ വേണോടാ. ഇതെന്ത് പറയാണ്? കൊക്കക്കോള സെക്സി, വാസോണ്ടൻ സെക്സി. ഇതിപ്പോ നോർമലി പറയുന്ന പോലെ ഇത് അത് ശരിക്കുള്ള കാര്യം. ഒന്നിന് പഠിച്ചിട്ടാ. അതായത് ഇപ്പം വേണമെങ്കിൽ കൊക്കക്കോള സെക്സി, വാസോണ്ടൻ. ഞങ്ങള് വേറൊരു ടാസ്ക് തരാം. ഞങ്ങൾ പറഞ്ഞതിന് പരസ്പരം എന്തെല്ലാം റിപ്ലൈ പറയണം. ഓക്കെ ഫുഡ് കഴിച്ചോടാ? അണ്ണ എന്തോ എടാ അതല്ലടാ, അതായത് എടാ ഫുഡ് കഴിച്ചാ? എനിക്കില്ലെന്ന് മനസ്സിൽ പറഞ്ഞുള്ളൂ. ഫുഡ് കഴിച്ചാ? എടാ ഫുഡ് കഴിച്ചാ? ആലോചിക്കരുത്. കാര്യമില്ല. എടാ പരസ്പരം ബന്ധമില്ലാതെ പറയണ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഫുഡ് കഴിച്ചാ മനസ്സിലായി പക്ഷെ പെട്ടെന്ന് ഒന്നുകൂടി ചോദിക്കാം. അടുത്ത ചോദിക്കാം. കഴിഞ്ഞ ടർഫ് വിളിച്ചായിരുന്നോ? ഇത് തെക്കിന്റെ ദേവരല്ലേ?
വാസോടെ സുന്ദരല്ലേ? എത്ര പിക്ക് എടുത്ത് ടർഫില്? എടാ അതിന് ഉത്തരം പറഞ്ഞില്ല അവൻ. എത്ര പിക്ക് എടുത്ത് ടർഫില്? സെക്കൻഡ് ഒരു കൊണ്ടൻ ആരാ സെക്കൻഡ് ആണാ? സ്നൈപ്പ്. സ്നൈപ്പ് കൊണ്ടുവരാണാ? നീയോ? ഞാനല്ല. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞല്ലോ വാസുദേവൻ. ഫെയിലായി. നമ്മൾ കുറച്ച് ട്രിക്കിയാണ്. ട്രിക്കിയാണ് കേട്ടാ. ഫെയിലായ എത്ര കോടിയുണ്ട് കയ്യില്? അപ്പൊ 75. അപ്പൊ 80 തന്നോ? 80 തന്നോ? 80 ചന്ദ്രൻ 250 സിയർ പറഞ്ഞോ? അണ്ണാ എവന്മാര് കുറച്ച് ഫണ്ട് ഇട്ടായിരുന്നു. അപ്പൊ 75 മേടിച്ചാൽ. ആ ഓക്കെ കണ്ടുപിടിക്കുക ഞാൻ പറയൂല. എടാ 342 ഇട്ടോ. ഓക്കെ കണ്ടുപിടിക്കാം. ഓക്കെ കിട്ടിയാണോ? കിട്ടി ഓക്കെ TVS Savage 75 കോടി 75 കോടി 75 കോടി. അടുത്തതായി ദ OG സിഗ്മ മെസ് ബോയ്. ഹലോ ഹലോ വസണ എന്താണ് 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 ഇതല്ലേ ഗ്യാങ് ഫട്ടല്ലേ? ഗ്യാങ് ഫട്ടല്ല. ആദ്യം വിജയ് ആദ്യം ഇത് വേണം. പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈൻ. ഇംഗ്ലീഷ് മതി. ഇംഗ്ലീഷ്. ഓ ഇഷ്ടമുള്ള. ഓക്കെ ഡു യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഹിസ്റ്ററി? നോ. ഹിസ്റ്ററി ഈസ് പാസ്റ്റ്, യു ഈസ് മൈ ഫ്യൂച്ചർ. ചന്ദ്ര മനസ്സിലായോ? ചന്ദ്ര മെസ് പോയി. അതെ. ഒന്നൂടെ പറയടാ. ഒന്നൂടെ പറയാം. ഞാൻ ഒരു കണക്ക് എഴുതായിരുന്നു ഈ കാശ് കൊണ്ട് തരുന്നവരെ. പറയാം. ഡു യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഹിസ്റ്ററി? ഞാൻ ഞങ്ങളാണ് ക്വസ്റ്റ്യൻ കേൾക്കണം എന്റെ അടുത്ത്. എന്തിനു അണ്ണാ എന്താ വേണ്ട അടുത്ത വേറെ വേറെ. നീ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണോ? മലബാർ ഗോൾഡൻ മലയാണോ? മലബാറാണോന്ന് ചോദിക്കുന്നവരുണ്ടല്ലോടാ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണോ അതോ? Because there is where beauty meets quality. അയ്യോ വേണ്ട. നിന്റെ പിക്കപ്പ് ലൈൻ വേണ്ട. ചന്ദ്ര മറ്റേ ടാസ്ക് കൊടുത്തു ചന്ദ്ര. ഇത് എടാ ഞങ്ങള് നിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നീ അത് പരസ്പര ബന്ധമല്ലാതെ സംസാരിക്കും. ഇപ്പൊ എക്സാമ്പിൾ അതായത് ചിന്തിക്കാതെ ഒരു മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ മതി. 1 മിനിറ്റ്. 1 മിനിറ്റോ? 1 മിനിറ്റ് നിനക്ക് 3 പ്രാവശ്യം മൂലല്ലോ ഒറ്റ ചാൻസേ ഉള്ളൂ. ഇത് തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ. 5 കോടി തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ തരേണ്ടി വരും. ഓക്കെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കണം. 1 മിനിറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നീ കഴിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പറഞ്ഞു. മനസ്സിലായി? അത് ഇല്ലാന്നല്ല ഉത്തരം പറയണ്ട. ഞാൻ ഇന്ന് പോയില്ല അങ്ങനെയൊക്കെ വേണം പറയാൻ. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ തുടങ്ങാം. സുഖമാണോ? അപ്പാപ്പ സുന്ദര. അപ്പിട്ടോ അപ്പാപ്പന്റെ പ്രായം കൂടി വരുന്നുണ്ട്. എവിടെ വയസ്സായി? എത്ര വയസ്സായി? അപ്പാപ്പന്റെ പ്രായം അത്ര. തെറ്റിപ്പോയേ. എന്റെ വയസ്സിൽ ചോദിച്ചേ. ശരി 2 ചാൻസ് തരാം. അല്ല 2 ചാൻസ് തരാം. തലയിലെത്ര മുടിയുണ്ട്? സാവേജ് കൊണ്ടുവരാം. സാവേജ് അപ്പാപ്പ സൂപ്പറ. അതെന്താ അപ്പാപ്പ സൂപ്പർ എന്ന് പറഞ്ഞേ? പ്രായം വരുന്നില്ലേ? ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? അപ്പിട്ടോ? നാളെ. എത്ര വർഷം? ചിക്കനും കറിയും ഞാനും. ചിക്കൻ കറി വേറെ, ചിക്കനും കറി വേറെ പിടിച്ചില്ല. ഫുട്ബോൾ കളിക്കാൻ പോണം. എത്ര നേരം? മെസ്സിയാണോ റൊണാൾഡോ ആണോ ഇഷ്ടം? വിരാട് കോഹ്ലി. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ബില്ലിയാർഡ്സ് കൂടുതൽ താല്പര്യം. ആൻസർ പറഞ്ഞല്ലോ, കറക്റ്റല്ലേ പറഞ്ഞു. 5 കോടി എക്സ്ട്രാ തരണേ. 5 കോടി 342. 5 കോടി എടുത്തിട്ട് പറഞ്ഞോ. എടുത്തിട്ട് പറഞ്ഞു. ഇപ്പൊ 70 മതിയോ? ഇപ്പൊ ഉള്ളതാ. ടാസ്കിൽ തോക്കുന്ന ആൾക്കാര് 5 കോടി എക്സ്ട്രാ തരണേ.
342 കിട്ടിയോ? കിട്ടി 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 ആ. TVMS ബോയ് 70 കോടി 70 കോടി 70 കോടി. അടുത്തത് SRK വാ. Wait for Mochiria. SRK ഫസ്റ്റ് കോൾ. എന്തോ ആയിട്ട് വരുന്നേ. ആ അണ്ണാ ആ പറഞ്ഞോ. എന്താ അണ്ണാ? പിക്കപ്പ് ലൈൻ. ആ അണ്ണാ, ഓ. കാലി ഇടാൻ ചെരുപ്പ്, സാമ്പാർ വെക്കാൻ പരിപ്പ്, അണ്ണനെ കാണുമ്പോ എന്റെ നെഞ്ചിലൊരു തരിപ്പ്. എടാ, കൂടി പോയോ തരിപ്പ്? എടാ, പോയോ? ഇത് ചെവിക്കൊരു പെരുപ്പ്. വേണ്ടിട്ട് ആ കാലത്ത് പറഞ്ഞ ലൈനാണിത്. ഏകദേശം 80s ഒന്നുകൂടി പറഞ്ഞ വാസന്റെ ഒന്നിട്ട് പറഞ്ഞ ഒരു പ്രശ്നം പറയോ? കാലി ഇടാൻ ചെരുപ്പ് എന്തിരു? കാലയുടെ ചെരുപ്പ്, ആ സാമ്പാർ വെപ്പ്, സാമ്പാർ വെക്കാൻ പരി. ആ അണ്ണനെ കാണുമ്പോ നെഞ്ചിലൊരു തരിപ്പ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കും, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പറയാ. 1 മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിന് ഒരു ബന്ധമില്ലാത്ത ഉത്തരം പറയണം. ആ ഓക്കെ? ആ എടാ, കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ടിവിയിൽ ഗ്യാങ് സസ്പെൻഷൻ കിട്ടി. ഇവൻ മേടിച്ചു തന്നത് ഈ ചന്ദ്രൻ, അത് ശരിയാണോ? ഇല്ലണ്ണ, അത് ശുദ്ധ തെണ്ടിത്തരമാണ്. ആ, ഇപ്പൊ തന്നെ തോറ്റ്. 5 കോടി 5 കോടി. ഇല്ലണ്ണ, ഇല്ലണ്ണ, അല്ല തെറ്റി, നീ ഓപ്ഷൻ ഇല്ല. ഇല്ല എന്നെ മറുപടി പറഞ്ഞു. ഇല്ല മറുപടി പറഞ്ഞു എന്നെ മറുപടി എടാ, പറഞ്ഞു. നമ്മള് പറയരുതല്ലേ? അയ്യോ അണ്ണാ, യാതൊരു ബന്ധമില്ലാത്ത മറുപടി വേണം പറയാൻ. നിനക്കിടയ്ക്ക് മാസം അടിക്കാൻ പറ്റൂല. 5 കോടി എക്സ്ട്രാ തന്നേക്ക്. എന്നിട്ട് നോക്ക്, തന്നിട്ട് നോക്ക്. ഇല്ല, സംസാരിക്കാം. ഇത് AFK ആയോ? ആ, എന്നാ ചന്ദ്ര ഇല്ല എന്താ ചോദിക്കണ്ടേ? നിന്റെ പേരെന്താ? ചോദ്യം ചോദിക്കണം. നിന്റെ പേരെന്താ? നിന്റെ സുഖം സാർക്ക്. ഹലോ, ഇവ AFK ആയോ? ഇല്ലണ്ണ, മിണ്ടേണ്ടത് അണ്ണല്ലേ പറഞ്ഞേ, ഉത്തരം പറയരുതെന്ന്. കറക്റ്റല്ലേ? 5 കോടി വെച്ചിട്ട് നോക്കോ, 5 കോടി വെച്ചിട്ട് നോക്കോ. എടാ വാണപ്പാ, ഇപ്പൊ അല്ലല്ല അല്ല 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 വാസോണ്ട് ഇപ്പൊ അല്ല വാസോണ്ട് ഇട്ട് നോക്കിയാണോ? നീ സംസാരിക്കില്ലെന്ന് ചോദിച്ചില്ലേ? ഇല്ല, അതിന്റെ മറുപടി നീ പറഞ്ഞില്ലേ? ജസ്റ്റ് നീ ഒന്നോട് സംസാരിച്ച അങ്ങനെ ഒന്ന്. ചന്ദ്ര സുഖമാണോ? സുഖമില്ല. സുഖമല്ല, ഊമ്പ് നിന്നെ കൊണ്ട് കഴിയില്ല, മനസ്സിലായോ? അപ്പാ, എത്ര നാളായി TV വന്നിട്ട്? നാളെ പള്ളിയിൽ പോണം. കേട്ടില്ലേ? സോറി, ഞാൻ പറയാം. TV വന്നിട്ട് അതാ ഞാനിപ്പോ തൂറിട്ട് വന്നേ ഉള്ളൂ. ആണല്ലേ? കഴിഞ്ഞ മാസം എന്താ ലീവ് എടുത്തേ? കൊച്ചിന് 2 വയസ്സായി. നാളെ വരുവോ? ഇല്ല ഇല്ല വാസു, ഞാൻ എയർപോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. സൂപ്പർ. ഇല്ല, അവിടെ പോയി ഫെയിൽ ആയി പോയോ പാപ്പാ? ഇതിന് പറ്റിയെന്താന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് വാസുമൻ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. എന്റെ 3ാമത്തെ ഉത്തരം എന്താണെന്ന് അറിയാമോ? ഞാൻ എറണാകുളത്തോട്ട് വരുവാന്ന്. വാസുമൻ ചോദിച്ച ചോദ്യം എത്തുവാ, നാളെ വരുവാന്ന്. ഞാനും പറയാൻ ഉദ്ദേശിച്ചായിരുന്നു എന്റെ ഉത്തരം. അണ്ണന് ശരിയായി പോയി. ഫൈനൽ ചാൻസ്. ചന്ദ്രനെ ഇപ്പൊ പീഡി ഹോസ്റ്റേജ് ആയിട്ട് എടുത്തോണ്ട് പോവാണെങ്കിൽ എന്ത് ചെയ്യും? ടൂറാൻ പോകും. കൊതക്കീറൂല്ലേ അങ്ങനെയാണെങ്കിൽ മൈരെ? പ്രാക്ടീസ് ചെയ്യാൻ പോകണ. പ്രാക്ടീസ് ചെയ്യും. എത്ര നാളായിട്ട് ആർപ്പി കളിക്കുന്നുണ്ട്? അണ്ണാ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിണ്ണ. ഇഷ്ടപ്പെട്ട പ്ലെയർ റൊണാൾഡോ. എന്താ റൊണാൾഡോ ഇഷ്ടപ്പെടാൻ കാരണം? നന്നായിട്ട് തൂത്തുവാരിട്ട് കിടന്നുറങ്ങും. ഇതിപ്പോ ഞാൻ കയ്യില് 70 കോടി എടുത്തോളല്ലോ. ഞാൻ ഇവിടെ നോട്ട് പാഡിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് പാഡിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് 342
ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ചന്ദ്ര ഇത്. അണ്ണ കിട്ടിയോണ്ടാ ഓക്കെ TVSRK 70 കോടി ടാസ്ക് ഫെയിൽഡ്. വാസവനെ അണ്ണാ പോട്ടെ അണ്ണാ. വേറെ ഐഡിയ കൂടെ കിട്ടിയിട്ടുണ്ട്. വാസവനെ നമുക്ക് ഇവർക്കൊരു അവസരം കൊടുക്കണം. ഒരു വട്ടം തിരിച്ച 5 കോടി. പക്ഷെ നമ്മൾ രണ്ടാമതൊരു അവസരം കൊടുക്കും. ആ അവസരത്തിൽ അവർ ജയിച്ചാൽ അവർ 5 കോടി തരണ്ട. പക്ഷെ ആ അവസരം പോയി കഴിഞ്ഞാൽ 5 എന്നുള്ളത് 10 ആവും. അയ്യോ അത് വലിയ പ്രശ്നമാവും പാപ്പ. പിന്നെ വേണ്ട നമുക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് മറ്റേ ഇത് കൊടുക്കാം. അത് ആദ്യത്തെ സെറ്റ്, രണ്ടാമത്തത് വേണ്ട. ആണോ? പോട്ടെ. എന്തായിരുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് മറ്റേ നീകനെ കാണാൻ വേണ്ടിട്ട്. ഓക്കെ. അടുത്തതായി സ്റ്റീവ്. സ്റ്റീവേ ഓ അണ്ണാ ഗാങ് ഫണ്ട് ഗാങ് ഫണ്ട് വേണ്ട. അതിന് മുമ്പ് പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈനാ? അണ്ണ നോക്കി പറട്ടെ എന്നാ. അതെ എന്നെ നോക്കി പറ. ഹേ വാസുകൊണ്ടൻ, കഴിക്കാനുണ്ട് ബ്രെഡ്, കിടക്കാനുണ്ട് ബെഡ്, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഡെഡ്. നൈസ്. 10-5 ഉള്ളൂ. അണ്ണ ചന്ദ്രൻ ഈ കോണ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പെൺപിള്ളേർക്കും പറയാനാ. അപ്പൊ അടുത്തൊരു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാല് ഞങ്ങൾ നിന്നോട് സംസാരിക്കും. പരസ്പര ബന്ധമില്ലാത്ത റിപ്ലൈ പറയണം. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പറയുന്നതായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഞാൻ ചോറ് കഴിച്ചു അല്ലെങ്കിൽ എസ് എന്നോ എന്ത് പറഞ്ഞാലും ഔട്ടാണ്. അതുമായിട്ട് നമ്മൾ പറയണതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി. ടിവിയിലോട്ട് രണ്ടാമത് വരാനുള്ള കാരണം എന്താ? ചിമ്പാൻസി കാട്ടിലുണ്ട്. കാട്ടിൽ എന്തിനാ ചിമ്പാൻസി പോയത്? അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നു. പട്ടിയോ? അസുഖം വന്നാ ഹോസ്പിറ്റലിൽ പോണം. ഏത് ഹോസ്പിറ്റൽ? സൺറൈസിലാണോ അതോ ആസ്റ്ററിലോ? നാളെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. എത്ര മണിക്കാ? കഴിക്കാൻ ചോറ് മതി. എത്ര റൗണ്ട് ഇടണം ചോറ്? പറക്കാനാണെങ്കിൽ ചിറകിന്റെ ആവശ്യമേ ഉള്ളൂ. എത്ര ദൂരം പറ്റും? ചോറുണ്ട്. എന്തോ കേട്ടില്ല. കാക്ക പറക്കുന്നു. കാക്ക പറക്കുന്നു. വെള്ളക്കാക്കയാ കറുത്ത കാക്കയാ? 69ാമത്തെ പൊസിഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ മുടിയിലെ കളർ അടിച്ച എന്താടാ? അണ്ണനെ കാണാൻ നല്ല രസമുണ്ട്. കേക്കുന്നില്ല? ഹലോ ഉച്ചക്ക് ചോറ് കഴിച്ചു. ഹലോ കേക്കാവോ? കേക്കാം. എന്താ കഴിച്ച ചോറിന്റെ കൂടെ? ചോറിനോട് എന്താ കഴിച്ചേ? ഒരുപാട് സമയം ആലോചിക്കുന്നുണ്ട്. ശരിയല്ല. ഓ എന്റെ ഇത് ഞാൻ കേട്ടില്ലേ, ഒന്നും പിടിച്ചു വാസവനെ. ഓൾറെഡി പാസ്ഡ്. ഒരു മിനിറ്റ് ആയി. 342 ഫണ്ട് തട്ടോ. പൈസ ഈ ടാസ്ക് ആദ്യമായിട്ടാണ് ഒരാൾ ജയിക്കണത് ഇത്രയും ഫ്ലോലെസ് ആയിട്ട്. അത്രേ ഉള്ളു. 1 2 3 4 ലക്ഷം കോടി. എന്റെ ഫുഡ് വാങ്ങിയാൽ പോലും പൈസ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റീവ് നമ്മള് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വന്നതെങ്കിലും 78 കോടി രൂപ വന്നിട്ടുണ്ട്. സ്റ്റീവ് 78 CR. അടുത്തതായി മന്ദാരം. എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ലാണ്. ചിരിക്കാൻ എന്താ? ഇവിടെ ആരെ തുണി വെച്ചിട്ടിരിക്കണം? How dare you?
ഗ്യാങ് ഫണ്ട് കളക്ട് How old are you? ഗ്രൈൻഡ്. How old are you? Are you dumb? എന്താ ചന്ദ്രൻ എന്ത് പറ്റി? How old are you? നിനക്ക് ഡിലേ ഉണ്ടോ ചന്ദ്ര? അവൻ 21. പറയുന്നില്ല റെസ്പോൺസീവ് അല്ല പിക്കപ്പ് ലൈൻ പറ. ലൈൻ ആണ്. കടയിലുണ്ട് മഞ്ച്, കടലിലുണ്ട് കൊഞ്ച്, തരട്ടെ ഒരു ഫ്രഞ്ച്. തന്നോ ചന്ദ്ര അടി കിട്ടുമല്ലോ. നീ തന്നിട്ട് പോയത് ഇത് 10-2 ഭയങ്കര മോശം. മന്ദാരത്തിന്റെ സൈഡിൽ ഞാൻ ഇത്ര ഇതൊന്നും എക്സ്പെക്ട് ചെയ്ത. ഞാൻ മന്ദാരം ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ടൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ. അണ്ണ പ്രതീക്ഷ പോയി. ഇനി രണ്ടാമത്തെ ടാസ്ക് നമ്പർ 2. ഡിപ്രഷനിലായോണ്ടാണ്. അയാൾക്ക് പറയാൻ പറ്റിയൊരു ഇതുണ്ട്. നമ്മള് സംസാരിക്കും, പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ തിരിച്ച് സംസാരിക്കണം. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ഇതും ഉണ്ടാവാൻ പാടില്ല പറയുന്നതിന്. യെസ് ഓർ നോ പറയാനും പാടില്ല. ഞാൻ ചോദിക്കാം ക്വസ്റ്റ്യൻസ്. ചന്ദ്ര തുടങ്ങിക്കോ. കേക്കാ നിനക്ക്? ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആർക്ക്? ആരുടെ ബർത്ത്ഡേ? ആനിവേഴ്സറി. ആനിവേഴ്സറി ആരുടെന്ന്? കട ഉദ്ഘാടനം. കട ഉദ്ഘാടനം. നീ കഴിച്ചെന്ന്? അപ്പിട്ട്. എന്താ കഴിച്ചേ? നല്ലോണം പോയി. അപ്പിയുടെ കാര്യം മാത്രം പറയണ എന്തിനാണ്? ആറിയിട്ട്. ഓ വണ്ടി ഓടിച്ച്. എന്ത് ഏതാണ് വണ്ടി മോഡൽ? ഏതാ? ആലോചിക്കാൻ പാടില്ലേ? ആലോചിക്കാൻ പാടില്ലേ? പച്ചപ്പല്ല് പച്ചപ്പല്ല് ഒരു സെക്കൻഡ് കഴിഞ്ഞ്. ഒരു സെക്കൻഡ് കഴിഞ്ഞ്. നീലാകാശം. ഒരു സെക്കൻഡ് കഴിഞ്ഞാട്ടാ. ഇത് ഭയങ്കര ഡിലേ ആണ്. അതെ ഇപ്പൊ പറഞ്ഞു. നമ്മൾ ഇട്ട് വെക്കാം. നീ ഇപ്പൊ പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഇട്ടല്ലേ പറഞ്ഞ. നീ ഇപ്പൊ റെഡിയാണോ? നീ റെഡിയാണോ? എന്തൊക്കെ ചെയ്യും? ഒന്നൂടെ ചോദിക്കും. ഒന്നൂടെ. നിന്നെ കോലീഡർ ആക്കി ടിവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? കളക്കാൻ പോവും. ടി വിയിലായിട്ട് ഇഷ്ടപ്പെട്ട ഡിലേ 70 കോടിയല്ലേ അണ്ണാ? 1000 MSC കളിക്കണവൻ. 70 കോടിയല്ലേ? 5 കോടി. പിന്നെ പെനാൽറ്റി ആരടയ്ക്കും അപ്പൊ? അണ്ണാ എനിക്ക് 65 പാട്ട് പാടിയണ്ടേ? പാട്ട് പാടിയുണ്ടോ? ആ മ്യൂസിക് ഇസ് ദ നെയിം ഓഫ് ലവ് ലവ്. ആ പാട്ട് ശരി. എന്നാ 70 കോടി. ടി വിയിലായി ഏറ്റവും ഇഷ്ടപ്പെട്ടാരെ? ചന്ദ്രൻ. 5 കോടി തന്നിട്ട് പോയ നീ. എന്നാലും വാസവന്റെ പേര് പറഞ്ഞില്ല കേട്ടോ. അത് വാസമ്മ. ചന്ദ്ര വേറെ കാര്യം അറിഞ്ഞോ? ആ പയ്യൻ ഓസിയില് കാർ മേടിക്കാൻ പോവാ. കൊറേ പൈസ കൺഗ്രാറ്റ്സ് മന്ദാരം. അറിഞ്ഞില്ല. ഏതാ പുതിയ കാറാണോ? പോടാ. ശരിക്കും ചോദിക്കട്ടെ, കൊടുക്കുന്നോ നീ? ഇവിടെ എത്ര കാശ്? എന്താ ചന്ദ്ര? ഞാൻ ഇടയ്ക്ക് ഒരു വെച്ചപ്പോ ഞാൻ ലോണിന് എലിജിബിൾ അല്ലെന്നാണ് പറയുന്നത് അവര്. അപ്പൊ മന്ദാരം ടാസ്ക് ഫെയിൽഡ്. 70 CR 70 CR 70 CR. എല്ലാവർക്കും ഡിപ്രഷനിലായി പോയി. ഞാൻ eligible അല്ലെന്നാണ് ലോണിന്. എന്താ വൈകി? നീ മാത്രല്ല ചന്ദ്ര, ഞാനും. ഇവൻ അത്യാവശ്യം നല്ല പിക്കപ്പ് ലൈൻസ് ഒരുപാട് അറിയാവുന്ന ജുഗ്രു. മോബിയാണ് അത് മോബിയാണ്. ചുമ്മാ ആദ്യം പിക്കപ്പ് ലൈൻ പറ. റൊമാൻറ്റിക് ആണോ? എങ്ങനെ വേണം? നിന്റെ ഇഷ്ടം. അതൊക്കെ നിന്റെ ഇഷ്ടമാണ് ജുഗ്രു. കൊറേ കളക്ഷൻ ഇല്ലേ? അതില് ഏറ്റവും നല്ലൊരു ഇംഗ്ലീഷിലുണ്ട് AB, എന്റെ ബാഗ് സ്കൂബി, പറഞ്ഞാൽ നീ എന്റെ ബേബി. ശരി, അത് നിന്റെ കൊച്ചിന്. ഇനി വാസവന് പറ്റിയ പറഞ്ഞേ. വാസവന്റെ മുഖത്തിന് പറ്റിയത് പറയണേ. അടാ എഴുതിയാ?
ഒരെണ്ണോടെ പറ കേക്കട്ടെ. അത് ഇച്ചിരി ലോയാ. ആ. മഞ്ഞുണ്ടെങ്കിൽ വിന്റർ, വെയിലുണ്ടെങ്കിൽ സമ്മർ, തരുമോ നിന്റെ നമ്പർ? വാസവനെ എഴുതി വെച്ചു ഇവ കൊള്ളാം. ഇതൊക്കെ അതൊക്കെ ഞാൻ പിക്കപ്പ് ലൈൻ ഒന്നും പറയാൻ പോയിട്ടില്ല. ചന്ദ്ര ആകെ നോട്ട് ചെയ്യണേ. എഴുതി വെച്ചില്ല ഇംഗ്ലീഷിലുണ്ട് AB, ഞാൻ നിനക്ക് സ്കൂബി, നീ എന്റെ ബേബി. ഇല്ല നമുക്ക് സെക്കൻഡ് ടാസ്ക് കൊടുക്കണ്ടാടാ. ജിഗ്രോ യെസ് പറഞ്ഞാ നീ എന്റെ വേറെ ആരും ഇത്രയും കിടലും പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ടില്ല. പൈസ തന്നു എത്ര വെച്ച് തന്നു? നീ യെസ് പറഞ്ഞാ നീ എസ് പറഞ്ഞാൽ നീ എനിക്ക് ബേബി. പിക്കപ്പ് ലൈൻ എന്നാ കിട്ടിയേ? ജുഗ്രു 70 കോടി 70 കോടി 70 കോടി ടാസ്ക് പാസ്. പോട്ടെയാണ്. പോട്ടെ. OG Sigma LX2 please come. സുഖം. പറ. ഞാൻ പറയണ്ടേ? എന്താ ഐ ലവ് യു എന്ന് പറ. എടാ ഒരാള് പോലും നമ്മള് പറയാതെ ഒരാള് പോലും പറഞ്ഞില്ലല്ലേ? ഇല്ല എന്താ അടിച്ചു വിട്ടോ? അവനെ ഞാൻ ഇപ്പൊ അടിച്ചു വിടുക ആങ്കോസിന്റെ ഫ്രണ്ടിൽ നിന്ന്. പറഞ്ഞോ. നിനക്കൊണ്ടൊരു താടി, നമ്മൾ നല്ലൊരു ജോഡി, നീയാകുമോ എൻ പിള്ളേരുടെ ഡാഡി. അയ്യേ അതെനിക്ക് ഇഷ്ടപ്പെടാം. സ്റ്റാർട്ടിങ് കൊള്ളാം. നീ എനിക്ക് നിനക്കൊണ്ടൊരു താടി, അത് കൊള്ളാം. ആ ഒരു ഇത് കൊള്ളാം. എനിക്കറിയാം അണ്ണൻ ഇംപ്രസ് ആവുന്നത്. ഒരെണ്ണോടെ പറയോ? നീ ആളൊരു മാസ്, നിനക്കുണ്ടൊരു ഫാൻസ്, എനിക്കുണ്ടോ ഒരു ചാൻസ്. TV കൊള്ളാം. അക്സെപ്റ്റബിൾ ആണ്. ഒരു 10 കൊടുക്കാം. നിനക്കൊണ്ടൊരു താടി, നിനക്കുണ്ടൊരു താടി, നമ്മൾ നല്ലൊരു ജോഡി, നീയാകുമോ എൻ പിള്ളേരുടെ ഡാഡി. പ്രശ്നം അതേപറ്റി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. ടാസ്ക് നമ്പർ 2 ഇത് അത്ര ഇംപ്രസീവ് അല്ല. ഞങ്ങളോട് സംസാരിക്കുന്നതിന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഉത്തരം പറയണം. ഓക്കെ. TV കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നാളെ ഒരു ക്യൂബ് വാങ്ങണം. ക്യൂബ് എന്തിനാ? മൂലത്ത് വെക്കാനാ? ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു കഴിഞ്ഞാൽ. കണ്ണാടി കൊള്ളാല്ലേ? ഏത് ഇപ്പൊ വെച്ചിരിക്കുന്ന കണ്ണാടിയാണോ? നിക്കറ് മാറണം. ഇല്ല ഇത് കൊള്ളാം, കുഴപ്പമില്ല, നല്ല നിക്കറാണല്ലോ. ടാറ്റു വേറെ അടിക്കണം. ഈ ടാറ്റു കൊള്ളാടാ, കുഴപ്പമില്ല. അണ്ണനെ കാണാൻ എന്ത് ലുക്കല്ലേ? അതെല്ലാരും പറയാറുണ്ട്. ചന്ദൻ എന്താ ഇങ്ങനെ? എങ്ങനെയാടാ? അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ലാട്ടാ. അത് ശരിയാടാ, അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ല. ഒരു വണ്ടി എടുക്കണ്ടേ അണ്ണാ നാളെ? എനിക്ക് ഓൾറെഡി ഉണ്ടോ, 3 ഉണ്ട്. ഓക്കെ അണ്ണാ. അവനെന്നെ അറപ്പിച്ച്, അവനെന്ന് പറഞ്ഞിരിക്കുന്നു, അവനെന്നെ അറപ്പിച്ച്. ബ്രോ ഇവിടെ നിന്ന് ക്ലിയർ ആണ്, ഗ്യാങ് സിറ്റുവേഷൻ നടക്കാം. അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നേ. പിന്നെ കുറച്ച് നന്നായിട്ട് സംസാരിച്ച് പിടിച്ചിരുന്നോണ്ട് ഞാൻ വിട്ടു. 342 പെട്ടെന്ന് തരണോ?
ബ്രോ ഇവിടെ നമുക്ക് നമ്മളിവിടെ കിട്ടി 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 അർജന്റീനയിലാണോ? ആ ഓക്കെ. കിട്ടി കിട്ടി. അവ Alex2 task passed 70 CR 70 CR 70 CR. പോയിട്ട് വരാണ്. ഓക്കെ പോയിട്ട് കുഴപ്പമില്ല. അടുത്തത് കണ്ണാപ്പി. എന്തായാലും ഞാൻ ദേവരാ ഇപ്പൊ പോമേ. കണ്ണാപ്പി ഫസ്റ്റ് കോൾ. ചത്തുപോയാ നീ എന്ന് പറഞ്ഞു നിക്കാന്ന് പറഞ്ഞിട്ട് അതാ നമ്മൾ പിന്നെ നിങ്ങളെ ഇത് കണ്ടോണ്ട് ഇവിടെ നിന്നുപോയി. ബ്രോ സംസാരിക്കും, മാറി നിന്ന് സംസാരിക്കും ബ്രോ. സിറ്റുവേഷൻ ചെയ്തോണ്ടിരിക്കുക അതിനിടയ്ക്ക് ഇന്റർഫിയർ. ഓക്കെ ഓക്കെ. കണ്ണാപ്പി അയലിട്ട ചട്ടി കടിച്ചോണ്ട് പോയി പട്ടി നീ എൻ കുട്ടി. എടാ നിന്നോട് ഞാൻ സംസാരിക്കാൻ വന്നല്ലേ, അപ്പൊ തന്നെ നീ എന്നെ പട്ടിക്കഴുറ പോലെ വിളിക്കണത് പോലെ എനിക്ക് കേട്ടത് ഫീൽ ചെയ്തത്. അയ്യോ അല്ല ഞാൻ സംസാരിക്കാനുണ്ടാ. ഞാൻ പിന്നെ വന്നപ്പോഴേ പറഞ്ഞു തന്നില്ലേ പിക്കപ്പില്. വേറൊരാളെ പറ കേക്കട്ടെ. വേറെ ചന്ദ്രനുള്ളൊരു സ്പെഷ്യൽ ഉണ്ടോ? ഇച്ചിരി ഒപ്പത്തി വേണേ. പെട്രോൾ അടിക്കാൻ പമ്പ്, മരത്തിലുണ്ട് കൊമ്പ്, ചന്ദ്ര കുനിഞ്ഞിരുന്ന മുമ്പ്. ഞാനല്ലേ പറയട്ടെ, ശരിക്കും അണ്ണനാണ് പറയട്ടെ. എനിക്ക് അങ്ങനെ ചന്ദ്രന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ ശീലമില്ലല്ലോ. അതെ ഇത് ഓൾറെഡി എന്റെ അഭിപ്രായത്തിൽ പാസ്ഡാണ് ചന്ദ്ര. ചന്ദ്രന്റെ അഭിപ്രായം എന്താണ്? പാസ് ഞാൻ എഴുതിക്കോട്ടെ തീരട്ടെ. കണ്ണാപ്പി പറയട്ടെ. സാധനം കൊള്ളാം, പക്ഷെ എന്തായാലും ഞാനൊരു സെക്കൻഡ് ടാസ്ക് കൂടെ തരുവാ. നമ്മള് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ തിരിച്ച് സംസാരിക്കണം. അത് സർജറി കഴിഞ്ഞോ? അച്ഛനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എന്തിനായിരുന്നു? അച്ഛൻ നിക്കറിട്ട് പുറത്തോട്ട് തെറ്റിപ്പോയില്ലോ. പോയി അവിടെ പോയില്ലേ? ഇല്ല പോയി. അവിടെ പോയി. എന്തിനായിരുന്നു ചോദിച്ചപ്പോ അച്ഛൻ നിക്കറിട്ട് പുറത്തിറങ്ങിയെന്ന് ഓൾറെഡി പറഞ്ഞ്. അച്ഛനെ പിരിച്ചു വാങ്ങാം. ഒരു ചാൻസ് തരാം. അയ്യോ വിശക്കുന്നല്ലോ. ബോബോയി ആരാ അതിന്റെ? നിക്കർ ഊരി പോകുന്നു. തിരിച്ചു കയറ്റിയോ? കണ്ടിട്ടുണ്ടല്ലോ വാസന്തിയെ. വാസന്തി ആരാ? ആഹാ ഇവിടെ വന്നു അച്ഛൻ. അച്ഛൻ വന്നോ? വീട്ടില്ല. ആ അച്ഛൻ പോവാണോ? പോയിട്ട് സുഖമല്ലേ നിനക്ക്? സാറേ അച്ഛന് ഫുഡ് വാങ്ങി കൊടുക്കണേ. അറസ്റ്റ് ചെയ്തതിന് കഴിച്ചില്ലേ? സുഖമല്ലേ നിനക്കെന്ന്? അച്ഛന്റെ കാര്യം നമ്മള് ചോദിച്ചില്ലല്ലോ. ആഹാ കയ്യിലൊക്കെ രോഗം വന്ന് മനുഷ്യനായി ഞാനത്. ലോറാപ്പി എന്താ പറയുന്നത്? ആഹാ ബൊട്ടയൊക്കെ ഉണ്ടല്ലോ. സുഖമല്ലേ നിനക്ക്? തല ഊരി വീണു. നീ പൈസ വന്നിട്ട് പൊക്കും. 342. കണ്ടുകണ്ടല്ലോ. അച്ഛനെ മാത്രം പിടിച്ചു വെച്ച് എന്തൊക്കെയോ റാൻഡ് പറഞ്ഞിട്ടൊക്കെ ഒരു രക്ഷയുണ്ട് കേട്ടോ അവര്. എവിടെ വില അച്ഛനല്ലേ? ബാക്ക് ബോൺ 342. എത്ര വരുന്നത് അറിഞ്ഞു. 100,000 അണ്ണല്ലേ ഇത് 73 കോടി. 73 കോടി. ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയല്ലോടാ. സ്വാധീനം ഇല്ലല്ലോടാ കണ്ണ് കാണാത്തോണ്ടേ. 73 കോടി തന്നെ അല്ലേ വന്നത്? ടി വി കണ്ണാപ്പി 73 കോടി പാസ്റ്റ്. മോശമായി പേട്ടാ. എന്താടാ എന്ത് മുമ്പിത്തരാണെന്ന് പറഞ്ഞ അണ്ണാൻ സപ്പോർട്ട് ചെയ്താ ആര്? അച്ഛനെ പറ്റി അത് ചന്ദ്ര. അല്ലല്ല പിക്കപ്പ് ലൈൻ. ഞാൻ എന്തൊക്കെ ഞാൻ വല്ലതും പറഞ്ഞ ഞാൻ എന്റെ മൊത്തം പറയുന്നത് നീ പിടിച്ച് പള്ളി നീ എന്തൊരു തേളി മനസ്സിലായി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ബ്രോ. നിനക്ക് എന്ത് റെസ്പോൺസിബിലിറ്റിയാ ഉള്ളത്? നിന്റെ റെസ്പോൺസിബിലിറ്റി It's totally fine. കീരിക്കാടൻ ജോസ് കമോൺ.
പക്ഷെ അത് കൊള്ളായിരുന്നു. നമുക്ക് വേറെ ഗാഗിനെ കുറിച്ച് ഉപയോഗിക്കാം. ഹായ് ഗിരി, ഇത് ഞാൻ സൊല്ലിയാക്കണോ? അല്ല വേറെ ഇങ്ങോട്ടാണ് പറയണേ? അല്ലല്ല, ചുമ്മാ പറഞ്ഞു. ഒരു ഇത് പറഞ്ഞോ. എല്ലാവർക്കും സുഖമല്ലേ? ഓ, എന്താ പറയണ്ടേ? പിക്കപ്പ് ലൈൻ. ഓക്കെ. പാല് കാച്ചാൻ അടുപ്പ്, ഉമ്മ വെക്കാൻ എടുപ്പ്, ഊരിക്കൂടെ നിന്നെ കാണാൻ മടുപ്പ്. ഒന്നുകൂടെ വാസമോനെ ആ കൊച്ചുപിളക്കെ കളത്തിട്ട് പോയേ. പാല് കാച്ചാൻ അടുപ്പ്, ഉമ്മ വെക്കാൻ ഇടുപ്പ്, ഊരിക്കൂടെ ആ ഉടുപ്പ്. ഊരിക്കൂടെ ഉടുപ്പ് കമ്പി. ഇത് തുണ്ടുപടത്തിൽ സംഭവം. ഇത് നമ്മൾ അതല്ല ബ്രോ പറയാൻ പറഞ്ഞ. ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പിക്കപ്പ് ലൈനാണ് പറയാൻ പറഞ്ഞത്. തുണ്ടുപടത്തിൽ ഏർപ്പെടുത്തൽ കാര്യങ്ങളല്ല. സോറി. ഇതൊക്കെ ഇറക്കിയല്ലേ അവിടെ, അതുകൊണ്ടായിരിക്കല്ലേ ഇത് കമ്പിയാണ്. കമ്പിക്കഥ ഇത്. പ്രോപ്പർ തുണ്ട്. താങ്കൾ എഴുതാൻ പോയിരുന്നു എവിടെയും? ഈ മാസാന്ത്യ മറ്റേ ഈ വനിതയിലൊക്കെ അവസാനത്തെ പേജിൽ എഴുതുന്ന എന്തോന്ന് ഒരു കീർപ്പുളേഷൻ ആണ്. കീർപ്പുളേഷൻ നമ്മള് പ്രതീക്ഷിച്ച സാധനമല്ല. അതുകൊണ്ട് ടാസ്ക് നമ്പർ 2 തരാൻ പോണേ. നമ്മൾ അങ്ങോട്ട് സംസാരിക്കും, പരസ്പരം എന്തല്ലാതെ തിരിച്ച് സംസാരിക്കണം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല പറയുന്ന ഉത്തരത്തിൽ. ഗീരിക്ക് മാത്രം ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കാം. എന്താ? എന്ത് ചോദിച്ചാലും അതിൽ വാസുവിന്റെ പേരുണ്ടായിരിക്കും. അതെ, ആ റിപ്ലൈ പറയുന്ന എല്ലാത്തിലും എന്റെ പേര് വരണം. ചുമ്മാ പേര് ചേർത്താ മതി. എന്റെ പേര് ആ സെന്റൻസിലുണ്ട്. സെന്റൻസ് ആയിരിക്കണം, വാക്കായിട്ട് മറുപടി പറയാൻ പാടില്ല. പേരെന്തായിരുന്നു മതിയല്ലോ. KVL ആരാ ഇഷ്ടം? വാസുവിന് താടിയുണ്ട്. KVL ആരാ ഇഷ്ടമെന്ന്? കേക്കുന്നില്ല. ഹലോ, KVL ആരാ ഇഷ്ടം? വാസുവിന് താടിയുണ്ട്. എത്ര താടിയുണ്ട്? ചെറുതായിട്ടാണോ വലുതായിട്ടാണോ ഉള്ളത് താടി? വണ്ടിക്ക് ടയറുണ്ട്, പക്ഷെ വാസുവിന്റെ വണ്ടി അത് പ്രത്യേക ലുക്കാണ്. അവളെ തേച്ചിട്ട് വിഷം പോന്നാ? വാസുവിനില്ലേ? വാസുവിനെ പോകും. അല്ല, വിഷം ഉണ്ടാവുന്ന കാര്യമില്ല ഉണ്ടായത്. ചന്ദ്രൻ മിക്കവാറും വാസുണ്ണനുമായിട്ടൊരു കൊടക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എത്ര നേരം നിങ്ങൾ പ്രണയിച്ചു? വാസുണ്ണന്റെ ഫസ്റ്റ് പ്രണയം കൊറേ സമയം സ്പെൻഡ് ചെയ്തല്ലോ. ഇതിനൊരു പ്രശ്നമുണ്ട് ഗിരി. വാസുമോനെ പറ്റി പറയുമ്പോ വാസുമോനെ പറ്റി പുകഴ്ത്തി വേണം പറയാൻ. പുകഴ്ത്തി മാത്രം. വല്ലാത്ത ടാസ്കാണല്ലേ. അതെ. പ്രാവശ്യം ഞാനായിട്ട് കമ്മിറ്റഡ് ആയാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതില് വീട് അത് വാസനാഥ് വൾണറബിൾ ആയിട്ടുള്ള പോയിന്റിൽ തന്നെ തട്ടി. വൾണറബിൾ ആയി ആള്. ഫസ്റ്റ് ചോദിച്ചതിന് വൾണറബിൾ ആയി. മനസ്സിൽ തട്ടി കേട്ടോ, അത് മനസ്സില് ഫെയിലായി പോലോ. എന്ത് ചെയ്യാൻ പറ്റും? 342. എത്ര? 5 കോടി ഫൈനും പിന്നെ ഗ്രൈൻഡഡ് മണിയും. വീക്ക്നെസ് കയറി പിടിച്ചിട്ട് എത്രയായിരുന്നു? 75 കോടി ഗിരി. ഇതെത്ര അയച്ചു ഇപ്പൊ? 77,77,77,777. ഓക്കെ, ഇതൊക്കെ 77 കോടിയാണോ വരുന്നത് അതോ 7 കോടിയാണോ ശ്രദ്ധിച്ചോട്ടെ. ഞാൻ ലാസ്റ്റ് കണക്ക് കൂട്ടി ഞാൻ എല്ലാം ലൈവ് കഴിഞ്ഞിരുന്ന് മൊത്തത്തിൽ നോക്കുമല്ലോ ഞാൻ. അപ്പൊ കീരിക്കാടൻ ജോസ് ടാസ്ക് ഫെയിൽഡ്. 77 കോടി 77 കോടി 77 കോടി 77 കോടി 77,777,777. 77,777. മതി, എന്റെ കയ്യിലുണ്ട്. ആൽഫ മെയിൽ ആഷ്, പ്ലീസ് കം. അവന്റെ കാർ ഓട്ടിപ്പ് ആൽഫ മെയിൽ പറഞ്ഞോ. എത്രണ്ണ പിക്കപ്പ് ലൈൻ? 5 കഴിഞ്ഞ 6, ഉച്ചക്കുണ്ണാൻ ചോറ്, അണ്ണ ഇല്ലാതെ ലൈഫ് ബോറ്. 5 കഴിഞ്ഞ 6, ഉച്ചക്കുണ്ണ 6. എന്താ നീ പറഞ്ഞേ? ഉച്ചക്കുണ്ണാൻ ചോറ്, അണ്ണ ഇല്ലാതെ ലൈഫ് ബോറ്. ഒരെണ്ണോടെ അല്ലാത്ത ചതിയാണ്. വെയിറ്റ്. ചെടിയിലുണ്ട് വിത്ത്, ബുക്കിലുണ്ട് കുത്ത്, നീ എന്റെ മുത്ത്.
നീ കീരിയൊക്കെ റെഫറൻസ് എടുത്തത് എന്താണ്? കമ്പിക്കഥയാ? അണ്ണാ ഇതിലെന്ത് കുഴപ്പം? ഇഷ്ടമായിരിക്കും വാസവനെ ഉദ്ദേശിച്ചത്. ഓ ബുക്കില് ഫുൾ സ്റ്റോപ്പ് ആണ്. എന്റെ ഡേറ്റി Full stop, മൈൻഡിൽ എങ്ങനെ full stop. തുടങ്ങിയതല്ലേ? എന്റെ ഡേറ്റി മൈൻഡ് ആണ്. സോറി എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കേട്ടോ. It's okay, അണ്ണാ, it's okay, it's okay. കുഴപ്പമില്ല. എങ്ങനെ പാസ്സാണോ? മാസാക്കി വാസവനെ അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ പാസ്. എടാ, ID. 342. ഗിവ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. കിട്ടുമല്ലോ, ഞാൻ എടുത്തോട്ട് നിൽക്കാം. 342. കിട്ടിയില്ലണ്ണാ. ഓക്കെ. ആൽഫബേൽ 70 കോടി ടാസ്ക് പാസ്. അന്ന് സത്യം പറഞ്ഞ എവന്റെ പറയാൻ പറ്റിയ വേറെ കാര്യം ഉണ്ടായിരുന്നു. നിന്നെ കാണാൻ പൂതി, നീ വെറും കൂതി, കീരി നിന്റെ പാതി. വാസവനെ കണ്ണാപ്പി വന്ന പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ട് അതിന് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് സ്പോട്ടിൽ പറയണമായിരുന്നു. എനിക്ക് ഞാൻ പിന്നെ നമ്മള് അവരെ അത്ര മോശപ്പെട്ട കിണ്ടി കരത്തിലുണ്ടോ കേട്ടോ? എന്തോ പെട്ടിയൊക്കെ ആയിട്ട് വരുന്നേ. സുഖല്ലണ്ണാ? സുഖമാണോ? നിനക്ക് സുഖമല്ലേ? കിണ്ടി ഓ തന്നോ? കിട്ടിയാ? കിട്ടി. പിക്കപ്പ് ലൈൻ ബ്രെഡിലിട്ട് ബട്ടർ, നീ എനിക്ക് ബെറ്റർ, തരട്ടെ ഒരു ലെവൽ ലെറ്റർ. അത് കൊള്ളാലേ. ബ്രെഡിലുണ്ട് ബട്ടർ, നീ എനിക്ക് ബെറ്റർ, നീ എനിക്ക് ബെറ്റർ, തരട്ടെ ഒരു ലവ് ലെറ്റർ. റൈമിങ് കൊള്ളാം. ഒരെണ്ണോടെ. ഫുട്ബോളിലുണ്ട് കോച്ച്, ബോള് തന്ന ക്യാച്ച്, നമ്മള് തമ്മി മാച്ച്. എന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു ഉണ്ട്. അത് ഇച്ചിരി പ്രശ്നമാണത്. അത് തീരാനോ? വണ്ടിക്കുണ്ട് ടയറ്, നീളത്തിൽ വളരും ഹെയർ, നീയാണ് എന്റെ ഡിയർ. അല്ല പുതിയ ആളാണ് ഇവിടെ, പുതിയ അൽവാസിയാണ്, പരിചയപ്പെടാൻ വന്നതാണ്. സിറ്റിയിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കുറച്ച് കുലീനമായി സംസാരിക്കും. നമ്മുടെ അവിടെ നിക്കട്ടെ. ഇത് 100% പാസ്സാണ്. ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല. ടാസ്കും കൊടുക്കില്ല. പാസ് 342. The best pickup lines ever. Thank you. Great shoulder. Good, so good. Yeah. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു 5 കോടി കുറച്ചു കൊടുക്കാം. അല്ലേ വാസവൻ? അല്ല ഞാൻ കുറച്ച് അത് വേണ്ടല്ലേ? അത് വേണ്ട. കിട്ടിയായിരുന്നോ? ടിവിയെ മാഡി കിട്ടി 70 കോടി ടാസ്ക് പാസ്ഡ് ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. നമ്മുടെ പിക്കപ്പ് ലൈൻസ് നമ്മുടെ മാഡിയാണ് ഇവിടെ ഡെലിവറി ചെയ്തിട്ട് പോയത്. താങ്ക് യു സോ മച്ച്. മറ്റേ കൊള്ളാറ് എന്നെ കൊണ്ടൊരു താടി, നമ്മളൊരു ജോഡി, നീ ആകും നമ്മളെ പിള്ളേരുടെ താടി, അതും കൊള്ളായിരുന്നു. ജൂഡ് ബംഗലശ്ശേരി ജൂഡ്, പ്ലീസ് കം. നീ വെറും റൂഡ്, ഞാനൊരു ജൂഡ്. ഹായ് ജൂഡ്. പിക്കപ്പ് ലൈൻ പറഞ്ഞോടാ. തലത്തേക്കാൻ മിക്സ്, വേത്തേക്കാൻ ലക്സ്, അണ്ടർ കിസ്. അത് പോരാ. 2 10 2 സോ ചീപ്പ്. കുടിക്കാറുണ്ട് കട്ടൻ, നീ എന്റെ കുട്ടൻ, ആയിക്കോട്ടെ അതിന്റെ ബട്ടൻ. ഒന്ന് ഇതിനൊന്ന്. ഇതൊക്കെ പണ്ട് ഇത് ആൾക്കാർ അഴിച്ചോട്ടെ ഞാൻ നിന്റെ ബട്ടൺ. പണ്ട് ഇത് കീരിയുടെ ഏപ്പടത്തിലുള്ളതല്ല പറയാൻ പറഞ്ഞത്. റെഫറൻസ് പറഞ്ഞു തന്നെ. അവ തുണ്ടു പുസ്തകം വായിക്കുന്നവരാണ് ഇപ്പോഴും. മുത്തുച്ചിപ്പി ഫയറൊക്കെ വായിക്കുന്നവരാണ് ഈ കീരി ഇപ്പോഴും. ഒരു സംശയമില്ല. വാസവൻ അതൊക്കെ outdated ആയി. ഇപ്പൊ അതാ കിട്ടാൻ പോലും പറഞ്ഞത്. ഇല്ല. ഇപ്പോഴും അത് വായിക്കുന്നവനാണ് അവൻ. അതുകൊണ്ടല്ലേ ഇവർ ഇപ്പോഴും ഇവിടെ നിൽക്കണേ. അല്ല ഈ ടാസ്ക് ഫെയിൽഡ് ആണ്. ടാസ്ക് നമ്പർ 2. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിന്റെ വിപരീതം പറയണം. ഇപ്പൊ ആണെന്ന് പറഞ്ഞ പെണ്ണ്,
ആ അങ്ങനെ പറയണം. പറയാം. ഓക്കെ. വിപരീതമല്ലേ വാസുമനെ? അതെ അതെ, തെറ്റായ ഉത്തരമല്ലല്ലോ, വിപരീതം. വിപരീതം. തെറ്റായ വിപരീതം ഉത്തരം എന്ന് മനസ്സിലായോ നിനക്ക്? വിപരീതം. വിപരീതം. ഓ, അത് ഓപ്പോസിറ്റ്. അപ്പൊ ചോദിക്കാം പാപ്പ. ഞാനോ സുഖമാണോ? അയ്യോ അതല്ല, വിപരീതം പറയണ വാക്കുകൾ ആണ്. അതാ പറഞ്ഞത്. അങ്ങനല്ല, നമുക്ക് ചോദിച്ചാൽ അവര് അല്ലെന്ന് പറഞ്ഞാ പോരെ. അല്ല അല്ല ആ എന്നാ ആണ് അല്ല വാസുമൻ. അണ്ണൻ അല്ല അതിലെന്താ വാസുമൻ? വിപരീതം. ഞാൻ ഇതല്ല പാപ്പ ഉദ്ദേശിച്ചത്. ആണ് പെണ്ണ്. ഓ അങ്ങനെ ഇപ്പൊ ശരി. ബ്രോ ഞാൻ ഒന്ന് മനസ്സിലാക്കുക ബ്രോ. ഞങ്ങൾ പൊന്നു മച്ചാനെ ഇങ്ങോട്ട് അണ്ണ ഫ്രീ അല്ല. ഇവന്മാര് എന്ത് പറയാ, എത്ര അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്താലും ഇവർ ഇങ്ങനെയാണ് ചെയ്യണത്. ഞാൻ എന്ത് പറയാനാണ് അവന്റെ അടുത്ത്? ആ കേക്കാൻ വെച്ചൂടെ? പശു. ആട്. ആടാ? എന്റെ പൊന്നു വാസുമനെ വിപരീതം എന്താന്ന് അറിയാത്ത ഇവരോടൊക്കെ ഇങ്ങനെ എടാ ഇപ്പൊ ആടെന്ന് പറയുമ്പോ പറയണ പൂച്ച എന്ന് പറയണം, മനസ്സിലായ? പശു എന്ന് പറഞ്ഞാൽ കാള. അതാണ് വാസു, അതാണ് അതാണ് വിപരീതം. വിപരീതം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നല്ലാണ്ട് വിപരീതം എന്ന് പറഞ്ഞാ എന്താടാ? മനുഷ്യൻ എന്ന് പറയുമ്പോ മൃഗം എന്ന് പറയണം. അങ്ങനല്ല അപ്പാപ്പ ഉദ്ദേശിച്ചേ. അപ്പാപ്പ ഉദ്ദേശിച്ചതാണ് അല്ലേ പാപ്പ? അപ്പാപ്പ അതല്ലേ? അപ്പാപ്പ അതല്ലേ? എന്താ ഞാൻ തിരിഞ്ഞത് വാസുമനെ. എടാ അപ്പാപ്പ അതാണ്. എടാ നീ ഒരു 5 കോടി എക്സ്ട്രാ തന്നിട്ട് പോയേ. 340 കോടി ഉള്ളേക്ക് 342 എത്ര? 70 കോടി. 5 കോടി എടുത്തു തരാം. 5 കോടി എടുത്തറ. ഒരു സെക്കൻഡ്. എടാ നിന്റെ നാളേതാ? എന്റെ ഉത്രട്ടാതി. ചോദ്യം അങ്ങനെ നാളെന്നല്ല. അയ്യോ ചോദ്യം പറ്റി ഒന്നും പറയല്ലേ. ചോദ്യം പറ്റി ഒന്നും പറയല്ലേ. കേട്ടാ. പെണ്ണുപിള്ളയുടെ ആളാന്ന് കേട്ടാ. ഓക്കെ ജൂഡ് 70 കോടി ടാസ്ക് ഫെയിൽഡ്. ആരും പോവല്ലേ? ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്, ആരും പോവല്ലേ? മുച്ചിരി അടിച്ചാലോ? അടുത്തത് അല്ലല്ല, ബോബോയ്. നിർത്താന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടല്ലേ? വല്ലപ്പോഴും അല്ലടാ വരുന്നത്, അന്നാരെങ്കിലും കുറച്ചു നേരം നിക്കണ്ടേടാ. ഇല്ല നമ്മള് സ്ഥിരം ഇല്ലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? അതായത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പിക്കപ്പ് ലൈൻ അല്ലേ? അണ്ണൻ ആളൊരു മാസ്, അണ്ണനുണ്ട് ഫാൻസ്, എനിക്ക് തരുമോ ഒരു ചാൻസ്? സൂപ്പർ സാധനം. നേരത്തെ വന്ന് പറഞ്ഞിട്ട് പോയാണ്. ആണോ? ആരെങ്കിലും ചന്ദ്രന് വരണം. ചന്ദ്രന് കഴിക്കാൻ മന്തി പുറകിലൊരു ചന്ദ്രനുണ്ടോ ബുദ്ധി? സൂപ്പർ. ഇതൊക്കെ ആരെ പഠിപ്പിച്ചിട്ടോ ഇതിന്റെ? സ്വന്തം ഇല്ലേ? സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നില്ലേ? ഇത് ഞങ്ങൾ ഒട്ടും ഇംപ്രസീവ് അല്ല, അതുകൊണ്ട് ഒരു ചാൻസ് കൂടെ തരാം. പറയണതിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കണം. ശരി. എന്നുവെച്ചാ വിപരീതം അല്ല, ഞങ്ങൾ പറയുന്നതായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. നീ ഉത്തരം പറയണത് ശരി. ആലോചിക്കാൻ പാടില്ല. ഇൻസ്റ്റന്റ് റിപ്ലൈ വേണം. ഓക്കെ. സുഖാണോ? കർണാപ്പി അന്തനായി പോയി. എപ്പോഴായിരുന്നു ഓപ്പറേഷൻ? കർണാപ്പിക്ക് തിരിച്ചു കിട്ടുമോ എന്തോ. എല്ലാം റെഡി ആയോ? ആനയ്ക്ക് പഴം കൊടുക്കാൻ മറന്നുപോയി. എത്ര പഴം വേണം? ആനയുടെ മേളിൽ കുരങ്ങൻ കേറി. ഏത് കുരങ്ങൻ? ചന്ദ്രന് ഇല്ല. പാൻറില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ശരിയാണ. അപ്പൊ എന്ത് ചെയ്യും? ടാസ്ക് ഫെയിൽ ആയ 5 കോടി എക്സ്ട്രാ ഇടണം. 70 കോടി തന്നെ ഇവിടെ അപ്പുറം കൂടെ പിച്ചേണ്ടിയാണല്ലോ. നാളെ കൊണ്ട് തന്നാ നാളെ എങ്ങനെ തരും? 342 ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. ഒറ്റ 10 അയ്യോ യൂണിറ്റ് 10 100 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. 10 കോടി കിട്ടിയണ്ണ. കിട്ടി. ടി വി ബോബോയ് 75 CR. അയ്യോ ഉമ്മയുടെ തരുവണ്ണ. ഉമ്മ പോക്കോ.
സ്നൈപ്പ് ബോബേ ഒരു മിനിറ്റ് ബോബേ നാളെ പറയാൻ വയ്യ. പറടാ താല്പര്യമില്ല. നാളെ പറടാ പറ സ്നൈപ്പേ. രേവതി ഓക്കെ വെജിറ്റബിൾ ഇല്ല, പോട്ടെ, ക്യാബേജ് അണ്ണ വെജിറ്റബിൾ ഉണ്ട് ക്യാബേജ് സിറ്റിലുണ്ട് ഗാർബേജ് സാവേജ് അയ്യോ കുനിഞ്ഞേരി കുനിഞ്ഞേരി സാവേജ് എന്താ ഒന്നുകൂടെ പറഞ്ഞേ? അണ്ണ വെജിറ്റബിൾ ഉണ്ട് ക്യാബേജ് സിറ്റിലുണ്ട് ഗാർബേജ് കുനിഞ്ഞേരി സാവേജ്. ലാസ്റ്റത്തെ ആ ഒരു വലിയ ലൈനിലൊരു അപാകതയുണ്ട് ചെറിയൊരു. എനിക്ക് മാറ്റി പറയണ നമ്മുടെ ഫാക്ടറിയിലുണ്ട് അണ്ടി ഗ്യാങ്ങിലുണ്ട് കിണ്ടി സാവേജിനില്ല അണ്ടി. കൊള്ളാം അല്ലേ അണ്ണനെ പറ്റി ഇങ്ങനെ ഒരു പിക്കപ്പ് ലൈൻ. പാവത്തിന്റെ മണ്ടയ്ക്ക് കയറുന്നത് എന്തിനാണ് നീയൊക്കെ? അയ്യോ എന്തിനു എന്നെ പറ്റി ഒരു പിക്കപ്പ് ലൈൻ പറയാം. ആരെ പറ്റി? Everyone have many goals, but I have a diamond like you. ഇത് കേട്ടില്ല. Everyone have many goals, but I have a diamond like you. അണ്ണ വീട് 5 കോടി കുറച്ച് വരും ഇപ്പൊ. എനിക്ക് ഉറച്ചു നോക്കണം 340 ഉറച്ചു നോക്കണം. 49 കാണാം നോക്കണം. 342 100 കോടിയാ? ആ സ്നൈപ്പ് 100 കോടി ഇതുവരെ തന്നതിൽ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് സ്നൈപ്പാണ്. അടുത്ത ലോലിനെ അടിച്ചാലേ. എന്താടാ ലോലെ ലോലവാ ഹായ് ലോല. ഹായ്. How are you? How are you? Fine. Fine. Food കഴിച്ചോ? Pick up line. പെണ്ണ് പിടിച്ചോ? ചന്ദ്രു ഇല്ല, അനാവശ്യം നടക്കുന്നുണ്ട്. പറയോ? ഇല്ല നടക്കുന്നുണ്ട് അത്. അതുകൊണ്ട് ചോദിച്ചേ. Pick up line. വീട് വെക്കാൻ കമ്പി പറന്നുവരെ തുമ്പി നീയാണ് എന്റെ ബേബി. അത് ഒത്തിരി വീട് വെക്കാൻ കമ്പി. കമ്പി തുമ്പി നീയാണ് എന്റെ ബേബിയാ. അത് തമ്മിൽ എന്ത് ബന്ധം? ഒരു പ്രാസമില്ല അതില്. വീട് വെക്കാൻ കമ്പി. നീ ഒരു അമ്പി. നീ വന്നു ഊമ്പി. അതൊക്കെയാണെങ്കിൽ പിന്നെ ഇല്ല അത് ഒട്ടും ഇംപ്രസ്ഡ് അല്ല. അത് പോരാ. പോരാ. ഒരു അതിലൊരു റൈമിംഗ് ഇല്ലാത്ത വേർഡാണ് കേട്ടോ അത്. സിംഗിൾ അല്ലേ നമുക്ക് ഇത് പറഞ്ഞിടല്ലോ. ആ അത് ലാസ്റ്റില് അല്ല നീ പറഞ്ഞതില് ലാസ്റ്റില് ചെറിയ എഡിറ്റ് വരുത്തിയാ മതി. അത് പറഞ്ഞപ്പോ അതെന്താണ് edit? സത്യം. ആ സത്യം. തുമ്പിക്ക് പകരം ലാസ്റ്റ് ഉമ്പി പറഞ്ഞ എന്തെങ്കിലും സോറി അമ്പി പറഞ്ഞ അതായത് ബി പറഞ്ഞ എന്തെങ്കിലും പറ. കുഴപ്പമില്ല. ടാസ്ക് ഫെയിൽഡ്. 5 കോടി എക്സ്ട്രാ തരണം. ഓക്കെ 342 കണ്ണിനുള്ളിൽ നീ കണ്ട കിട്ടിയ ഓക്കെ. ലോലൻ 75 കോടി ടാസ്ക് ഫെയിൽഡ്. അമ്പറല്ലേ നീലവാ എന്താ കോടെ കോട നീല ഹായ്. പിക്കപ്പ് ലൈൻ. പബ്സിലുണ്ടെങ്കിൽ നീയാണ് എന്റെ ഡ്രഗ് തരുമോ എനിക്കൊരു ഹഗ്. കൊള്ളാം. ക്ലീൻ. മംഗലശ്ശേരി നീലേടനാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് കിട്ടുമില്ലേ? ഇനിയൊന്ന് രക്ഷപ്പെടുത്തോ? ഒരെണ്ണം കൂടെ പറയാൻ പറ്റുമോ? ഇനി പറഞ്ഞ അടി കിട്ടും. അങ്ങനെ പറഞ്ഞു സാധനം പറഞ്ഞോ. കുട്ടിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസ് ആണ്. ക്യാൻ ഐ ഹാവ് എ ഡേറ്റ്? ഓ അത് കൊള്ളാം.
അത് കീരി പറഞ്ഞാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ല അത് കീർച്ചേട്ടൻ പറഞ്ഞത് വേറെ അത് വേണ്ട മറ്റേ അത് ഓൾറെഡി ആരണ്ട് വന്ന് പറഞ്ഞു ഇവിടെ ആണല്ലേ? ആ അതെന്തായാലും നന്നായി. അത് കൊള്ളാം. പാസ്. അപ്പൊ 3-4-2 തന്ന നീലൻ 70 കോടി. അപ്പോ അടുത്തത് വാ ഡീമൻ വാ. ഹലോ മച്ചാനെ ഹലോ ഹലോ സിറ്റുവേഷൻ ആണോ ഗ്യാങ് മീറ്റിംഗിലാ ബ്രോ. എന്ത് പറ്റി? ഇല്ല ഗ്യാങ് ഹൗസ് ഒന്ന് കാണാൻ വേണ്ടി ഇല്ല ഇപ്പൊ പറ്റില്ല ബ്രോ, ഗ്യാങ് മീറ്റിംഗിലാ. കാര്യം ചോദിക്കാനേ എന്താ? അല്ല ഒന്നുമില്ല ബ്രോ ഒന്നുമില്ല പോയിട്ട് വരാം. ബ്രോ ഒറ്റക്ക് വരുമോ? ബ്രോനോട് മാത്രമേ ചോദിക്കത്തില്ല കാര്യം. ബ്രോ അതായത് ഇവിടെ ഇപ്പൊ ചെറിയൊരു ഗ്യാങ് മീറ്റിംഗ് നടക്കുക ബ്രോ. ഒന്ന് മാറത്ത. ഈ സിറ്റിസൺസ് എല്ലാം എങ്ങനെയാണ് ഇവിടെ വരുന്നത്? പോയിട്ട് വരാം. പോട്ടെ. ഹലോ ഡിമ യെസ് പറഞ്ഞോ. എന്ത് എന്താ പിക്കപ്പ് ലൈൻ? അറിയൂ ബിറ്റ്വീൻ പത്തനംതിട്ട ആൻഡ് ട്രിവാൻഡ്രം കുസ്നി കൊള്ളാം. എന്തത്? ബിറ്റ്വീൻ പത്തനംതിട്ട ആൻഡ് ട്രിവാൻഡ്രം ബിക്കോസ് യു ആർ കൊള്ളാമെന്ന്. കൊല്ലം ഓക്കെ. നീ ഫണ്ട് പോലും തരണം. ആ വഴിക്ക് എങ്ങനെയൊക്കെ തിരിച്ചു പോകും. പക്ഷെ കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം. ഒരെണ്ണോട് പറയാൻ പറ്റുമോ? പറമ്പിലുണ്ട് ഇഞ്ചി അവളൊന്ന് കൊഞ്ചി നിങ്ങളെ കൊഞ്ചി. ചന്ദ്രന്റെ അടുത്താണ് കേട്ടോ. എന്താ പറഞ്ഞ നീ മൂഞ്ചിന്നാ? കൊള്ളാം. അതിലൊക്കെ ഇതിലൊരു കഴിവുണ്ട്. ഇംപ്രസ്ഡ്. 3-4-2 ഞാനിപ്പോ ഇംപ്രസ്ഡ് അല്ല. വില്ലുവിനൊന്നും വരാൻ പറ്റത്തില്ല ഗൈസ്. വില്ലുവിനൊന്നും വരാൻ പറ്റത്തില്ല. ഓൾറെഡി പറഞ്ഞായിരുന്നു. കിട്ടി. ടിവിയെ ഡീമൻ 70 CR. ഓക്കെ, അടുത്ത അണ്ടി ബാക്ടറി ഭരതൻ പ്ലീസ് കം. ബാലൻ വന്നില്ല. ബാലൻ എന്നെന്തോ പരിപാടിക്ക് പോയേക്കോന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഹലോ പറഞ്ഞു ഭരതൻ. പിക്കപ്പ് ലൈൻ ആണോ? അതെ. രാവിലെ കുടിക്കാൻ കാപ്പി നീ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. ഇല്ല, ഒരു വരി കൂടി വേണമായിരുന്നു. ഒറ്റ വരി കൂടി. കുഴപ്പമില്ല, കൊള്ളാം. ആ ലാസ്റ്റില് ഈലും ശരിയായല്ല. വീണ് പോട്ടെ. ആ ഈല് വേറെ ഇറങ്ങ്. നിന്റെ കയ്യിലൊരു വെസ്പ തരട്ടെ, ഞാനൊരു പുഷ്പ. ഇത് രണ്ടുപേരും നിന്ന് പോന്നെ. ഇതെല്ലാം 2 വരിയുള്ളല്ലോ, 3 വരിയുള്ള ഒന്നുമില്ല. നമുക്ക് ഇത്ര മതി, ചെറുതാ. ആണല്ലേ? കൊള്ളാം. കുഴപ്പമില്ല. അപ്പൊ 3-4-2 ഇംപ്രസ്ഡ്. SRK ആണ് അടുത്ത. SRK വിളിയേ. SRK ഒക്കെ ഒരു വിളിച്ചു. ഐ എം വെരി സോറി. ഭരതൻ 70 CR. ഇനി ആരാ? മുച്ചിരിടല്ലേ ഉള്ളു. മുച്ചിരി വിളി. ഏബലിനെ വിളിച്ചായിരുന്നു? ഏബലിനില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലല്ല, കോച്ച് ഉണ്ടല്ലേ. മുച്ചിരിക്കാം. മുച്ചിരിനെ കോച്ചിനോട് ഒരുമിച്ച് വിളിച്ചിട്ട് നമുക്കൊരു പെർഫോമൻസ് കൊടുക്കാം അവർക്ക് രണ്ടുപേർക്കും. ഇല്ല വേണ്ട കോച്ചിനല്ല. ഹലോ അണ്ണാ, നാ പറയാൻ പറ്റേ എന്താ പറ പിക്കപ്പ് ലൈന് കണ്ണാപ്പി പറഞ്ഞു. ഇപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കി. ഉണ്ടാക്കിയത് പറഞ്ഞു. ചന്ദ്രുക്കിന്റെ കൈ നിന്റെ നാളെ കൂതി. നിന്നെ കാണാൻ പൂതി. നീ പല പറഞ്ഞാണല്ലോ മുച്ചിരി. നീ എന്റെ പേര് ഊമ്മണ്ട. നീ സ്വന്തം പറ നായിന്റെ മോനെ. ചന്ദ്രുക്കിന്റെ കൈവേ. പക്ഷെ ചന്ദ്രക്ക് വെച്ച എന്റെ കയ്യിൽ നിന്ന് 1v1 വാസണ്ണ എന്റെ കറലേ ഇത് 3 വരി. അല്ല വാസവൻ എനിക്കത് മുച്ചിരി രണ്ടാമത്തെ ഗെയിമും ആദ്യത്തെ ഗെയിമും തമ്മിൽ മിക്സ് ആക്കിയത്. ഒട്ടും ഇംപ്രസ്ഡ് അല്ലേ മുച്ചിരി? വെരി ബാഡ്.
കിട്ടാന് നിന്റെ സൈഡിൽ നിന്ന് ഇതെല്ലാം പ്രതീക്ഷ. ടാസ്ക് നമ്പർ 2 ഇത് പാസ്സായാലും 5 കൂടി എക്സ്ട്രാ തരണേ. അഞ്ചല്ല 10 കോടി കൊടുക്കണം. 10 കോടി എക്സ്ട്രാ കാര്യത്തിന് യാതൊരു ബന്ധമില്ലാത്ത റിപ്ലൈ പറയണം. അതായത് ഞങ്ങൾ പറയണ കാര്യമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് ഉത്തരവും പറയണം. ആലോചിക്കാൻ പാടില്ല. ആലോചിച്ചാൽ ഔട്ടാ. ഓക്കെ, സുഖമാണോ? എന്റെ കയ്യില് ഫിഫൈന്റെ മൈക്ക്. എത്ര രൂപയായി? നൈക്കിന്റെ ഷൂന്ന്. എവിടുന്നാ മേടിച്ചേ? ഞാന് വണ്ടി ഓടുന്നു. വണ്ടി ഓടിയാ? എവിടുന്ന് മേടിച്ചത്? പോയി അവൻ സ്ഥലപ്പേരാ പറഞ്ഞത്. മന്തിയോട് മേടിച്ചത്. ഹലോ മാന്യജനങ്ങളെ, ഹലോ ബ്രോ, ഇവിടെ ഒരു ഗ്യാങ് മീറ്റിംഗ് നടക്കുകയാണെന്ന്. നിന്റെ സൈഡിൽ നമ്മൾ കുറച്ചൊരു പ്രതീക്ഷ. ബ്രോ ഇവിടെ ഗ്യാങ് മീറ്റിംഗ്. ബ്രോ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ബ്രോ പ്ലീസ്, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, അവിടെ സൈഡിലോട്ട് നിന്നോ. സൈഡിലോട്ട് ഒരു ഫൈനൽ ചാൻസ് ഒന്നുകൂടെ തരാം. മുച്ചറിന് തരത്തില്ലേ? ഒരു മിനിറ്റ് ഒന്ന് എന്താ പറയാനുള്ളത്? TV അല്ലാതെ വേറെ ഏത് ഗെയിം കളിക്കാനാണ് ഇഷ്ടം? എന്റെ പേര് മുച്ചിരി. ആരാ പേരിട്ടത്? എന്റെ കണ്ണാടി ഇല്ല കേട്ടോ, മറന്നുപോയി. എവിടെ വെച്ചാ മറന്നു വെച്ചത്? ഞാൻ ഷൂ ഇട്ടിട്ടില്ല കേട്ടോ, ഇന്ന് ചെരുപ്പാട്ടെ. ഏത് ബ്രാൻഡ് ചെരുപ്പ്? ഞാൻ എന്റെ വരെ വന്തിയോട്. വന്തിയോടോ? ഞാൻ ഇന്ന് മുതുക്ക് പോയിട്ടില്ല. ഗ്യാങ് ഹൗസിലായിരുന്നു. അപ്പൊ ഈ കണ്ണാടി ഞാൻ ഇപ്പൊ വെച്ചേ ഉള്ളൂ. എപ്പോഴാ എടുത്ത് മാറ്റിയത്? ഈ പാന്റ് ഇടണ്ടല്ലേ? പാന്റ് കൊള്ളാം, കുഴപ്പമില്ല. ആ കാർ കൊള്ളാം. അത് കൊള്ളാം. നിന്റെ ഇഷ്ടമുള്ള വണ്ടി ഏതാ? ഇല്ല, ഇന്ന് ഇയർപോഡ് വെക്കാൻ മറന്നുപോയി. ആണല്ലേ? ഏത് ആപ്പിളിന്റെ ആണോ? അണ്ണൻ എന്ത് ലുക്കാലേ. അതെല്ലാരും പറയാറുണ്ട്. നിനക്ക് തോന്നിയല്ലേ? ചന്ദ്രന്റെ സൂപ്പർമാന്റെ അത് കൊള്ളാം. ഏത് സൂപ്പർമാന്റെ സാധനം? അപ്പൊ ഈ മാസ്ക് മേടിച്ചേ കടയിന്നല്ലാണ്ട് പിന്നെ വേറെ അമ്പലത്തിൽ നിന്ന് കിട്ടോ മാസ്ക്? സംസാരിച്ചോ. 342. ഇത് അല്ല കുറഞ്ഞു പോയി. വെയിറ്റ് ആക്ക്, മാറിപ്പോയി. വന്നില്ലേ? വന്നു. ഇല്ല വന്നിട്ടില്ല. വെയിറ്റ് ആക്ക്. നീകൻ എവിടെ പോയടാ? കാശ് തന്നിട്ട് പോയി. എന്റെ തന്നില്ലല്ലോ. എന്റെ നീക താഴണ്ട്. ചന്ദ്ര ബാക്കി എല്ലാരും ഗ്രൈൻഡ് ചെയ്ത പൈസയാണോ ചന്ദ്ര? അണ്ണാ ഞാൻ പറയില്ല. തരും. അവൻ തരും. അന്റെ ഇല്ല, അവൻ തന്നില്ല. അണ്ണൻ എല്ലാം തന്നു. യൗവത് സിയാർ തന്നു. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ട് പറയാം കേട്ടോ. യൗവത് സിയാർ 80 ലക്ഷം. ഈ കാര്യത്തിൽ മാത്രം എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. 150 സിയാറാ? നീ എത്ര തന്നു മൊത്തം? കൊറേ തന്നു. എത്ര തന്നടാ തെണ്ടി? കണക്ക് തെറ്റിട്ടെ. നീ എത്ര തന്നു മൊത്തം കൂടെ? 80 സിയാറിന്റെ മുകളിലുണ്ട്. അല്ല, 70 സിയാറിന്റെ. ടോപ്പ് അടിക്കുന്നവർക്ക് സമ്മാനം ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ 200 സിയാർ. ലാക്ക് 10 lakh crore 10 crore 100 crore. ഓർമ്മയില്ലടാ നിനക്ക്? 70 സിയാറിന്റെ മുകളിൽ തന്നു ഞാൻ. പ്രൈസിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ. നീ പോയി എന്റെ തത്സമയം ഒന്ന് നോക്കിട്ട് എത്ര ഒന്ന് കൂട്ടി നോക്കിട്ട് പറഞ്ഞേ. നമ്മൾ നമ്മൾ കുറച്ച് എത്തിക്സ് ഉള്ള ആൾക്കാരാണേ. ഇപ്പൊ പോയിട്ട് വരുന്നേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ TV കോച്ച് അല്ലെങ്കിൽ കില്ലുവ. ഇവിടെ ഉണ്ടോ? റോഡ് സൈഡ് ഇപ്പൊ. ഹലോ. കോച്ച് സുഖമാണോ? സുഖമാണ് കോച്ച്, സുഖമാണ്. പരിപാടി നല്ല പരിപാടി കോച്ച്. കോച്ച് പിക്കപ്പ് ലൈൻ. ഇംഗ്ലീഷ് ഒക്കെ ആണോ? ഇംഗ്ലീഷ് ഒക്കെയാണ്. I always thought happiness starts with an H.
but it looks like it starts from you. ഭയങ്കര ശോകം. ടാസ്ക് നമ്പർ 2. ഇന്നൊന്ന് മലയാളത്തിലുള്ള ടാസ്ക് നമ്പർ 2. നമ്മൾ എന്ത് പറഞ്ഞാലും യു ഷുഡ് ഹാവ് സേ ഓപ്പോസിറ്റ്. ലൈക്ക് അല്ല അങ്ങനെയല്ല, മനസ്സിലായി. അത് തമ്മില് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻ. ഓക്കെ. കുറച്ച് ടി വിയിൽ വന്നിട്ട് ഹാപ്പിയാണോ? അപ്പാപ്പൻ എന്നെ പാന്റ് വന്നിருக்கு. അല്ല അപ്പാപ്പന്റെ പാന്റ് ആയാലും ഇവിടെ ടി വി വന്നിട്ട് ഹാപ്പിയാണോ? மேல ஸ்டார்ஸ் எல்லாம் நல்லா இருக்குல்ல? ഏത് സ്റ്റാറാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ചന്ദ്രൻ കുതിച്ച് വരത് പാറ അവിടെ. ചന്ദ്രന്റെ കാര്യം വിട്, ഏത് സ്റ്റാറാ ഇഷ്ടപ്പെട്ടെ? ആലോചിക്കാൻ പാടില്ല. ഡോണ്ട് തിങ്ക്. അയ്യോ എന്നടാ ഇത്? ആരോടാ വണ്ടി? കോച്ച് കേക്കാവോ? ഹലോ എന്റെ ഷൂ പാറ്റിയാടാ? ഹലോ കേക്കാവോ കോച്ച്? കേക്കാവോ? പാന്റ് കളർ കണ്ടോ? ഇതാവട്ടെ കോച്ച്. ഇല്ല ഇംപ്രസീവ് അല്ല കോച്ച്. 5 CR എക്സ്ട്രാ പേ ചെയ്യണേ. ശരി 342. இன்னும் ஒரு பிக்கப் லைன் மட்டும் பரையட்டா? പറഞ്ഞോ. இது வந்துட்டு நான் உண்டியாக்கியது நான் சின்ன வயசுல ஐ கிரியேட்டட் ஆன் மை ஓன் പിക്കപ്പ് ലൈനാ? അതെ ഓക്കെ. ബട്ട് ആണാ അത് ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ. എനിക്ക് എന്തുവാ വേണം പിക്കപ്പ് ലൈൻ? നീ അല്ലേ എന്റെ ലൈൻ? ഇതൊന്ന് ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ പ്ലീസ്? വാസുവിനെ നമ്മളെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സാധനമാണ്. പിന്നെ എന്തിനാ ചോദിച്ചത്? നിന്നെന്തിനാ அது why do I need a pickup line when you are my line? அததான் நான் மலையாளத்துல சொல்ல பார்த்தேன். ഓക്കെ മനസ്സിലായി. 342. ഇത്രയും 10 കോടി എക്സ്ട്രാ ആകണ്ടേ? അതെ സത്യം. ഇത് കേട്ടിരുന്നതിന് നമുക്ക് 10 കോടി എക്സ്ട്രാ വേണം കേട്ടാ. ബാബു ഹോസ്പിറ്റലിലാണ്, പനി മേടിച്ച് ഹോസ്പിറ്റലിലാണ്. சரி ஓகே 1 செகண்ட். டெஸ்டரோட 40 crores கொடுக்கறேன். ഡെസ്റ്റോടെ 40 ഉള്ളൂ? ஆமா அவன் என்ன லாஸ்ட் லேட் ஆயிட்டு ஜாயின் ചെയ്തല്ല. ഓക്കെ. அவன் அதனால കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചോളാം അവൻ്റെ അടുത്ത്. തന്നു. ശരി ഓക്കെ. 342. കുറിപ്പ് വന്നില്ലടാ. കുറിപ്പ് വന്നില്ല. 342 കോച്ച്. കിട്ടിയോ? ഇതെന്താ 210 കോടിയോ? 210. ഡെസ്റ്ററോட 40 എന്റെ 170. ടിവിയെ കില്ലുവ 170 CR. കോച്ച് പോവല്ലേ ഒരു മിനിറ്റ്. സോ ഈ വട്ടം നമ്മള് ടോപ്പ് ഗ്രൈൻഡർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന് എനിക്ക് തോന്നുന്നില്ല ബാക്കി ആരും. പറയടാ. വില്ലുവിന്റെ 250 കോടി ഉണ്ടെന്ന് പറയാൻ പറഞ്ഞേ. അത് പഴയ മണി നിറയ ഉണ്ട്. മുതുക്കി വരുന്ന പൈസയാണ്. ആണ് ഗ്രൈൻഡ് ചെയ്ത 250 കോടിയും. ആണ്. പിന്നെ അവൻ ഗ്രൈൻഡിങ് കൊണ്ടായിരുന്നു അവിടുന്ന്. എല്ലാരെയും ഒരു വാട്ടി ചോദിച്ചോ. അപ്പ ലോഗ് നോക്കിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇല്ല എന്തായാലും ഇപ്പൊ ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്തില്ല. ലോഗ് നോക്കിയിട്ട് നാളെ പറയാം. ലോഗ് നോക്കിയിട്ട് നാളെ ഞാൻ അനൗൺസ് ചെയ്തുള്ളൂ. ആരാണ് വിന്നറെങ്കിലും വിന്നറിനെ കിട്ടാൻ പോണത് 50 സീരീസിൽ ഉള്ള ഏറ്റവും പുതിയൊരു ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ഇത് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ടോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് വെച്ചത്. ഞാൻ ഇത് പറയാഞ്ഞത് അതുകൊണ്ടായിരുന്നു. ഈ 50 സീരീസിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർഡ് മേടിക്കാം. ഞാൻ നേരിട്ട് കൊണ്ടുപോയി മേടിച്ചു തരും. നാളെ ലോഗ് നോക്കിയിട്ട് ആരാണ് വിന്നർ എന്നുള്ളത് നാളെ പറയാം. 50 പറയണേ. മേടിച്ചു കൊടുക്കും. சப்போஸ் நான் வின் ஆனேனா ஓகே 50-90 எனக்கு இருக்கு. ஓகே அதுக்கு பதிலு நம்ம இப்ப எல்லாரும் சேர்ந்து എവിടെയാச்சுം പോവാം അത് വിൻ பண்ணா. ഓക്കെ അല്ല കോച്ച് അതിന് പകരം നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇത് കൊടുക്കാം കോച്ച്. ഓക്കെ യാരാச்சுം ഒരുത്തർക്കുനാ ഓക്കെ അത് ഓക്കെയാണ്. ഓക്കെ മെയിൻ ബാങ്ക് അടിക്കാൻ വരുന്നു. ഇല്ലടാ കുറച്ച് പണിയുണ്ട്.
പണിയുണ്ടല്ലോ അല്ലേ? അണ്ണാ എന്റെ 40 ചെയ്യാറുണ്ട്. അതാണ് നിന്റെ തന്നു നീ തന്നു 342 കൂടെ. ഇപ്പൊ നാളെ ലോഗ് നോക്കിട്ട് പറയാം. നമ്മുടെ 250 കൂടി എന്റെ நானே ஓதிச்சியாரண்ணா நானும் வந்துட்டு 500 ലോഗ് നോക്കിട്ട് അണ്ണാ നമ്മളെ സാവേജിന്റെ സൈപ്പിന്റെ നമ്മൾ മറ്റേ കാശ് വാങ്ങിട്ടാ പെട്രോൾ പമ്പിന് വേണ്ടിട്ട് 500 സാവേജിന്റെ സൈപ്പിന്റെ കയ്യിലേ 500ഓളം കാശ് നമ്മൾ അവരേന്ന് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. 500 കോടിയോ? അപ്പൊ വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. അത്രേ ഉള്ളൂ. സൈബേ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നീ എവിടെ നിൽക്കുന്നു? 500 ഇവൻ തിരിച്ചു വന്നോ പൈസ? ഇല്ല. ചന്ദ്ര പൈസ തിരിച്ചു കൊടുക്കണേ എല്ലാവരുടെയും. ലാഭം കിട്ടണ്ടേ? നീ കൊറേ ഉണ്ടാക്കുന്നുണ്ടേ, നീ കൊറേ. ചന്ദ്ര നീഗിന്റെ ഫണ്ട് നാളെ അവൻ ലോഗ് നോക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടല്ലേ നീഗിന് സസ്പെൻഷൻ ആണ്, ഞാൻ ഉറപ്പ് പറയാം. അതെ തോന്നിക്കുന്നു. നീ വിളിക്കുന്ന വാസണ്ണൻ എവിടെ മതിലിന്റെ പറയും നീക ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞ കേസാണ്. ഗ്രൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സ്ലോട്ടിൽ ഞാൻ മാറ്റും, ഉറപ്പാണ്, ഒരു സംശയമില്ല. നീക ഞാൻ ഓക്കെ ഇങ്ങോട്ട് വാ. 342 ഞാൻ നാളെ ലോഗ് നോക്കും കേസ്. ലോഗ് നോക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും, ഒരു സംശയമില്ല. കൊടുത്തിട്ട് പറയണടാ. എന്റെ ഇൻവെന്ററി എല്ലാം ഫുൾ ആയോ? ഇല്ലല്ലോ. കിട്ടി. ചന്ദ്രന്റെ ഫണ്ട് കൊണ്ടുവന്നേ. ഇതും കൂടെ വെച്ചോ. ഇതെത്രയാ? 300 കോടിയോ? അത് എന്റെ ഇതുവരെയുള്ള സമ്പാദ്യ വാസവനെ അത് കൈവച്ചു. ഞാൻ അല്ല ഒരു കാര്യം പറയാം, ഞാൻ ഇത്തവണ ഗ്രൈൻഡ് ചെയ്തില്ല. ഇതുവരെയുള്ള എന്റെ സമ്പാദ്യം അപ്പന്റെ കാര്യത്തിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സെർവർ സൈഡിൽ. എന്റെ അപ്പന്റെ കാശാണ് അപ്പ തന്നെ. നീ പൈസ എടുത്ത് ചന്ദ്ര, പൈസ എടുത്ത് സ്പോണൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ സിറ്റിയിൽ. കറക്റ്റ് ലോഗോ ഉണ്ട്. പവർ ഗെയിമിംഗ് ഒന്നും അല്ല. ഈ പിള്ളേരെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ. എടാ തന്നെ ചന്ദ്ര ഫണ്ട് തന്നെ 70 CR തന്നെ പറ്റുള്ളൂ. അപ്പൊ പിള്ളേരുടെ എന്തെങ്കിലും ആവശ്യം ഞാൻ തിരിയണം. അതെ ഞാൻ നോക്കിക്കോളാം. ഇപ്പത്താ പൈസ അണ്ണാ സിറ്റിയിൽ പോലും കാണൂലേ, കാര്യം പറഞ്ഞേക്കാം. ഞാൻ സിറ്റിയിലുണ്ടാവും. ഫോൺ ചാർജ് ചെയ്യായിരുന്നു. ഇത് ഒരു മിനിറ്റ്, ഫോൺ ചാർജ് പവർ ബാങ്ക് ചാർജ്. ഒരു മിനിറ്റ് പോണം. നിന്റെ അട വറക്കല്ലേ, ഞാൻ കൊല്ലുവേ. കാറ്റ് പറഞ്ഞ ഫോൺ ഓഫാ. ഫയർ ഫോൺ ചാർജ് കയറിക്കൊണ്ടിരിക്കുക. അമ്മയാണ് സത്യം. ഞാൻ മേടിച്ചോളാം നിന്റെ. ടോട്ടൽ നമ്മുടെ ഗ്യാങ് ഫണ്ട് എല്ലാം കൂടെ ഇന്ന് കളക്ട് ചെയ്തത് 2000 കോടിയെ. അണ്ണാ ഒരു മിനിറ്റ്. ആ